നമ്മളിപ്പോ റീസെന്റ് സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ കാണുന്നത് ആരുടെ മാരേജുകളാ. അപ്പൊ അവരൊക്കെ ഇത്രയും സുന്ദരിമണികളായിട്ട് ഒരുക്കി കൊണ്ടുവന്ന ആ കരങ്ങളുടെ ഉടമയാണ് ഇരിക്കുന്നത്. ഇതും ഭയങ്കര അപ്രിസിയേഷൻ കിട്ടിയ ഒരു ഇതായിരുന്നു. ഞങ്ങളിത് സ്പെഷ്യലായിട്ട് ഇപ്പോൾ നേരത്തെ പ്ലാനിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ടെമ്പിൾ ലുക്ക് രാവിലെ എന്നാൽ ലൂസ് ഹെയർ ഇടാല്ലേ ചോദിച്ചു, എന്നാൽ ലൂസ് ഹെയർ ഇടാന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടാമത്തെ ലുക്ക് അപ്പം എന്തെങ്കിലും ഒരു ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യണമല്ലോ എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു വേവ് കൊടുത്തിട്ട് ചെയ്തു. ഒരു പ്ലാനിങ്ങും ഒന്നും ഉണ്ടായിരുന്നില്ല. സ്വാസിക എങ്ങനെ പറഞ്ഞിരുന്നു? എനിക്ക് ഓരോ അവർക്ക് ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ടായിരുന്നു. സ്വാസികച്ചിക്ക് ഓൾമോസ്റ്റ് ഒരു 5 ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ഗുലാബി, പിന്നെ ഒരു കോക്ടെയിൽ പാർട്ടി, കല്യാണം പ്ലസ് 2 റിസപ്ഷൻ, മൊത്തം ഒരു 5 ദിവസം പ്രോഗ്രാം ആയിരുന്നു. ആ ഷോള് മാത്രം ചെയ്യാൻ ഒരു 23 പണിക്കാരെ ഒറ്റ ദിവസം ഇരുത്തിയിട്ട് ചെയ്താണ് ആ ദുപ്പട്ട. എനിക്ക് തോന്നുന്നു വർക്ക് ചെയ്തിട്ട് ഫസ്റ്റ് ടൈമാണ് എനിക്ക് ഇത്രയും ആൾക്കാർ വിളിച്ച് സംസാരിക്കുന്നത്. ടോട്ടലി ഇപ്പോൾ ഇതുവരെയുള്ള ഒരു വർക്ക് എക്സ്പീരിയൻസിൽ എത്ര ബ്രൈഡ്സിനെ ഒരുക്കി കഴിഞ്ഞു ഇതുവരെ? ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 2000 പ്ലസ് ഉണ്ടാവും. 2000 ഒന്നുമല്ല, 2000+ ബ്രൈഡ്സ് ചെയ്തിട്ടുണ്ട്. ഉണ്ണിമുകുന്ദൻ ആക്ടർ ആളുടെ ചാണക്യതന്ത്രത്തില് സാരി ഉടുപ്പിച്ച ആളാണ് ഈ ഇരിക്കുന്നത്. 49 രീതിയിൽ സാരി ഉടുപ്പിക്കാൻ അറിയാം. 50+ അറിയാം. നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരാറുണ്ടോ? ഉണ്ടെങ്കിൽ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം? ഇഷ്ടം പോലെ ഹാൻഡിൽ ചെയ്യുന്ന ഡിലീറ്റ് ചെയ്യുമ്പോൾ ഒരു സുഖം കിട്ടും. നാണോ ഇല്ല ഇവന്റെ മുന്നിൽ തുണി വെച്ചെടുക്കാൻ അതൊക്കെ ചോദിക്കുന്ന ആൾക്കാരൊക്കെ. മറ്റേ കമന്റ് വരോ, ചേട്ടാ അവിടെ വേക്കൻസി ഉണ്ടോ, ഞാൻ വരാം, അസിസ്റ്റൻസ് ആയിട്ട് വരണോ, ഈ കോഴ്സ് പഠിപ്പിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇപ്പം അവന്റെ ഒരു യോഗം. വേറെ മെയിൻ സാധനം എന്താണ്, സാലറി കുറവാണെങ്കിൽ സന്തോഷം കൂടുതലായിരിക്കും. സാലറി കൂടുതൽ സന്തോഷം ഇതെപ്പോഴും വരാറുണ്ട്. ഓർത്തിരിക്കുന്ന എന്തെങ്കിലും പ്രപ്പോസലോ കോഴി മെസ്സേജസ് ഒക്കെ ഉണ്ടോ? മറ്റേ ആസ്മി ക്വസ്റ്റ്യനിൽ ചോദിക്കും വെർജിൻ ആണോ എന്നൊക്കെ ചോദിക്കും. അങ്ങനത്തെ സാധനങ്ങൾ വരാറുണ്ട്. അതും അതിന്റെ അപ്പുറമൊക്കെ വരാറുണ്ട്. ഹായ് ഹലോ, വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് അവർ ഷോ മസ്തി വിത്ത് മസ്താനി. ഇന്ന് എൻ്റെ കൂടെയുള്ള ഒരു ഗസ്റ്റ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിട്ട് നമ്മൾ സോഷ്യൽ മീഡിയ തുറന്ന ഈ പുള്ളിയുടെ വർക്കാണ് കാണുന്നത്. എന്താണെന്ന് ഞാൻ വഴിയെ പറഞ്ഞുതരാം. നമുക്ക് വെൽക്കം ചെയ്യാം അഭിലാഷ്. വെൽക്കം ടു ദി ഷോ. ഹായ്. അഭിലാഷ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്, സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. പക്ഷെ ട്രെൻഡിങ് എന്തിനാണെന്ന് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ റീസെൻ്റ്ലി സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ കാണുന്നത് ആരുടെ മാരേജുകളാ. ജീപ്പിന് ഗോപികയുടെയും സ്വാസികയുടെയും പ്രേമിൻ്റെ ഒക്കെ മാരേജാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അവരൊക്കെ ഇത്രയും സുന്ദരിമണികളായിട്ട് ഒരുക്കി കൊണ്ടുവന്ന ആ കരങ്ങളുടെ ഉടമയാണ് ഇരിക്കുന്നത്. അതെ, ഇപ്പൊ ആക്ച്വലി ട്രെൻഡിങ് ആണ് സോഷ്യൽ മീഡിയയിൽ. കുഴപ്പമില്ല, അത്യാവശ്യം ഇങ്ങനെ മില്യനൊക്കെ അടിച്ച് പോകുന്നു. ചെറിയ ചെറിയ മില്യൻസ് ഒക്കെ അടിച്ചിങ്ങനെ പോകുന്നു. അപ്പോൾ നമ്മളിപ്പം നേരത്തെ പറഞ്ഞ പോലെ ഗോപികയുടെയും സ്വാസികയുടെയും മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കറിയാം ഭയങ്കര രണ്ടും അടുപ്പിച്ച് വന്ന ഫങ്ഷൻസ് ആയിരുന്നല്ലോ. അപ്പം നമുക്ക് അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൽ ചോദിക്കാൻ പോകുന്നത്. ഞാൻ ആദ്യം തന്നെ ഗോപികയുടെ ഒരു മേക്കപ്പ് ലുക്ക് കാണിച്ചു തരാം, വെഡിങ്ങിന് ചെയ്ത്. നമുക്ക് അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. സെക്കൻഡ് ലുക്കാണ് ഇത്. ഗോപികയുടെ സെക്കൻഡ് ലുക്ക് ആയിരുന്നു. ടെമ്പിൾ ലുക്ക് കഴിഞ്ഞിട്ട് ഒരു മണ്ഡപം ലുക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അത് ഇപ്പോൾ ഞങ്ങളിത് സ്പെഷ്യലായിട്ട് ഇപ്പോൾ നേരത്തെ പ്ലാനിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഡ്രസ്സിന്റെ പിക്ക് വരെ ഞാനൊരു വെഡിങ്ങിന് 2 ദിവസം മുന്നെയാണ് ഞാൻ വാങ്ങിച്ചത്. ഡ്രസ്സും ഓർണമെന്റ്സ് ഞാൻ കണ്ടിട്ട് പോലുമില്ല. അപ്പോൾ ഇങ്ങനെ പ്രത്യേകിച്ച് പ്രീ പ്ലാനിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഇങ്ങനെ എടുക്കാം ഇങ്ങനെ ചെയ്യാം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ടെമ്പിൾ ലുക്ക് രാവിലെ എന്നാൽ ലൂസ് ഹെയർ ഇടാല്ലേ ചോദിച്ചു, എന്നാൽ ലൂസ് ഹെയർ ഇടാന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടാമത്തെ ലുക്ക് അപ്പം എന്തെങ്കിലും ഒരു ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യണമല്ലോ എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു വേവ് കൊടുത്തിട്ട് ചെയ്തു. ഒരു പ്ലാനിങ്ങും ഒന്നും ഉണ്ടായിരുന്നില്ല. സ്വാസികയുടെ പിന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായി അത് ചെയ്യാന്ന്. ഗോപികയുടെ ഒരു പ്ലാനിങ്ങും ഉണ്ടായിരുന്നില്ല, പ്രീ പ്ലാൻഡേ അല്ല. അപ്പം മനസ്സിൽ തോന്നിയത് അപ്പം ചെയ്തു എന്നേ ഉള്ളൂ. അതിൽ പക്ഷെ അത് ഭയങ്കര ഒരു സിമ്പിൾ എലഗന്റ് നല്ല അടിപൊളി കുറെ പേര് പറഞ്ഞു നന്നായിട്ടുണ്ടായിരുന്നു. അപ്പം പ്രത്യേകിച്ച് ഇങ്ങനെ ഏച്ചി കെട്ടലൊന്നും ഇല്ലായിരുന്നു പറഞ്ഞപ്പോൾ ഒരു സന്തോഷം. ഓക്കെ. അപ്പം ഗോപിക ഇങ്ങനെ സജഷൻ തന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വേണം എനിക്ക് മേക്കപ്പ്? ഒന്നും പറഞ്ഞിട്ടില്ല. ഇപ്പൊ മേക്കപ്പ് ചെയ്യുന്ന സമയത്താണ് ഇതിന്റെ മുന്നേ ഞാൻ ഗോപികനെ മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഗോപിക ഇന്നത് വേണം അല്ലെ ഇതേപോലെ വേണം ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ആകെ പറഞ്ഞിട്ടുള്ളത് നമുക്കൊരു ഇട്ട പോലെ തോന്നരുത് കേട്ടോ ചേട്ടാ, അങ്ങനെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയൊക്കെ എന്റെ ഇഷ്ടമാണ്. പുള്ളിക്കാരി എനിക്ക് തോന്നുന്നു സിമ്പിൾ മേക്കപ്പ് ഭയങ്കര സിമ്പിൾ ആണ് ഇഷ്ടം. അപ്പം ഇന്നതുപോലെ വേണം എന്ന് പറഞ്ഞിട്ടേ ഇല്ല. അവരവരുടെ ഇഷ്ടത്തിന് എന്റെ ഇഷ്ടത്തിന് എന്താണോ അതനുസരിച്ച് ചെയ്തോളാൻ പറഞ്ഞു. ഓക്കെ. എനിക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് കമന്റ്സ് കിട്ടിയതും
ഗോപികയുടേനായിരുന്നോ അല്ലെങ്കിൽ സ്വാസികയുടേന കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു? രണ്ട് ഇതായിരുന്നു. എന്താന്ന് വെച്ചാല് എനിക്ക് എന്താ പറയാ, സ്വാസികയുടെ വെഡിങ് ലുക്കും ഒരു റിസപ്ഷൻ ലുക്കും ഭയങ്കരമായിട്ട് ഹിറ്റായി. അപ്പം സ്വാസികയുടെ വന്നിട്ട് ആ ഒരു 24th ബീച്ച് വെഡിങ്ങിന്റെ സ്റ്റൈലിങ്ങും ഞാൻ തന്നെയായിരുന്നു. അപ്പം അതിനും നല്ല റെസ്പോൺസ്, മീൻസ് ഒരു എക്സ്ട്രാ ദുപ്പട്ടയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഭയങ്കരമായിട്ട് നല്ലതായിരുന്നു എന്ന് എല്ലാവരും പറഞ്ഞു. ഇപ്പോ അജീപ്പിയുടെയും ഗോപികയുടെയും വെഡിങ്ങിലേക്ക് വരുമ്പോഴേക്കും സ്റ്റാർട്ടിങ്ങിലേ തൊട്ട് അവരുടെ ഒരു റിലേഷൻഷിപ്പും അല്ലെങ്കിൽ അവർ റിവീൽ ചെയ്തതൊക്കെ നമ്മൾ ഭയങ്കര ഷോക്കായിട്ട് പെട്ടെന്ന് ഇനി ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജ് ആണോ അങ്ങനെ എല്ലാവരും ഭയങ്കര ഞെട്ടലോടുകൂടി സ്വീകരിച്ച ഒരു റിവീലിംഗ് ആയിരുന്നു അവരുടെ റിലേഷൻഷിപ്പിന്. അപ്പൊ ഇങ്ങനെ സ്റ്റാർട്ടിങ്ങിലെ നിങ്ങൾക്ക് അറിയാമായിരുന്നു നിങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നു? മീൻസ് വെഡിങ് മീൻസ് എന്താ പറയാ, പുള്ളിക്കാരിക്ക് ഒരു അവാർഡ് ഷോ ഉണ്ടായിരുന്നു. അപ്പൊ അവാർഡിന് ഞാൻ മേക്കപ്പ് ചെയ്ത് ആ സമയത്ത് എന്നോട് പറഞ്ഞു, ചേട്ടാ ഇങ്ങനെ നിശ്ചയം ഉണ്ടാവും, അപ്പോൾ വന്നിട്ട് മേക്കപ്പ് ചെയ്യണം, ഇത്രാം തീയതിയാണെന്ന് പറഞ്ഞു. പക്ഷെ അന്ന് ഓൾറെഡി ഞാൻ 2 വെഡിങ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇങ്ങനെ അപ്പൊ തൊട്ടേ അറിയും, അതിന് മുന്നേ ഒന്നും അറിയില്ല. അപ്പൊ തൊട്ട് അറിയുമ്പോൾ ആൾ എന്നെ ആണെന്ന്. അപ്പോൾ നിശ്ചയം കഴിഞ്ഞപ്പോൾ തന്നെ ഇങ്ങനെ ഡേറ്റ് പറഞ്ഞു, അങ്ങനെ. ഓക്കെ. ഇപ്പോൾ ഗോപികയുടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നതും ആൾക്കാരിങ്ങനെ ചോദിക്കുന്നതും സ്വാസികയുടെ മേക്കപ്പ് ലുക്ക്. എനിക്ക് തോന്നുന്നു സ്വാസികയുടെ 5 സ്റ്റൈൽസ്, അതും ഭയങ്കര എൻറ്റയർലി ഡിഫറെന്റ് സ്റ്റൈലാണ്, കോസ്റ്റ്യൂം ഉൾപ്പെടെ. കോസ്റ്റ്യൂം നമ്മുടെ ബീച്ച് വെഡിങ്ങിന് ചെയ്തു. പിന്നെ ഒരു റിസപ്ഷൻ ഉണ്ടായിരുന്നു മൂവാറ്റുപുഴ, ആ റിസപ്ഷൻ. പിന്നെ ഇപ്പൊ ലാസ്റ്റ് കഴിഞ്ഞ ഫംഗ്ഷൻ കൊച്ചിയിലെ റിസപ്ഷൻ, ആ 3 കോസ്റ്റ്യൂം ഞാൻ ചെയ്തു. ഓക്കെ, നമുക്ക് സ്വാസികയുടെ ഒരു വീഡിയോ കൂടി കാണാം. ഇതിലും നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് കൂടുതൽ പേഴ്സണലായിട്ട് ഇഷ്ടപ്പെട്ടത് എനിക്ക് ആ വൈറ്റ് ലാസ്റ്റത്തെ ലുക്കായിരുന്നു, വൈറ്റ് റിസപ്ഷന്റെ ലുക്കായിരുന്നു. വൈറ്റ് റിസപ്ഷൻ ലുക്ക് എല്ലാവരും കുറെ നല്ല കമന്റ്സ് ഒക്കെ പറഞ്ഞു. അതിപ്പം നമ്മുടെ കാസർഗോഡ് ബൊട്ടിക്കാണ് അതിന്റെ കോസ്റ്റ്യൂം ഒക്കെ ചെയ്തു തന്നത്. അത് ഫുൾ ഹാൻഡ് വർക്ക്ഡ് ആയിട്ടുള്ളൊരു ഫുൾ ഹാൻഡ് വർക്ക് വന്നിട്ടുള്ളൊരു വൈറ്റ് ലെഹങ്ക. അതെ. പിന്നെ എനിക്ക് തോന്നുന്നു മാരേജിന്റെ തന്നെ നമ്മുടെ ആര്യ അന്നത്തെ സാരി ചെയ്തേക്കുന്ന ആര്യ ചേച്ചിയാണ്, കാഞ്ചീവരം, ഒരു കോപ്പർ കളർ ടിഷ്യൂ ആയിരുന്നു അത്. ഓക്കെ. സ്വാസിക എങ്ങനെ പറഞ്ഞിരുന്നു? എനിക്ക് അവർക്ക് ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ടായിരുന്നു. സ്വാസിക ചേച്ചിക്ക് ഓൾമോസ്റ്റ് ഒരു 5 ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ഗുലാബി, പിന്നെ ഒരു കോക്ടെയിൽ പാർട്ടി, പിന്നെ അത് കൂടാതെ തന്നെ എന്താണ് കല്യാണം പ്ലസ് 2 റിസപ്ഷൻ, മൊത്തം ഒരു 5 ദിവസം പ്രോഗ്രാം ആയിരുന്നു. 22-ന് തുടങ്ങി ഒരു 27-നാണ് തീർന്നത്. അതാ ഇപ്പൊ ഞാൻ ചില ഫണ്ണി കമന്റ്സ് ആണ്, ഇത് സീരിയൽ പോലെയാണല്ലോ എന്താ തീരാത്ത അങ്ങനെയുള്ള കമന്റ്സ്. 27th ഫംഗ്ഷൻ തീർന്നിട്ടും കുറെ പേര് ടെക്സ്റ്റ് ചെയ്തു, ഇനി ഫംഗ്ഷൻ ഉണ്ടോ, ഇനി എവിടെയെങ്കിലും റിസപ്ഷൻ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. ഇനി എപ്പോഴാണ് അടുത്തത്? അതെ, ട്രിവാൻഡ്രത്ത് പ്രോഗ്രാം ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇനി ട്രിവാൻഡ്രം ഫംഗ്ഷൻ നടത്തുന്നുണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായി. സ്വാസികനായിട്ട് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഗോപികനേക്കാൾ കുറച്ചുകൂടി ഡീപ്പായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. ഒരു 8 വർഷമായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു. അപ്പൊ അതിൻ്റെതായ കമ്പനിയാണ്. അതെ. എങ്ങനെയാ പരിചയപ്പെട്ടതൊക്കെ ഇതുപോലെ ഷൂട്ടിനാണ്? ഫസ്റ്റ് ചേച്ചി ഒരു സീരിയൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ വെച്ചിട്ടുള്ള പരിചയം. എവിടെ ഇങ്ങനെ ഇത്രയും ഭയങ്കര യൂണീക്ക് ആയിട്ടുള്ള ഈ ഒരു ഐഡിയാസ് ഒക്കെ കിട്ടുന്നത്? റെഫറൻസ് എടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഓൺ ഐഡിയാസ് ആണോ? വെഡിങ്ങിന്റെ സമയമായപ്പോഴത്തേക്കും ചേച്ചി നേരത്തെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, അപ്പൊ നമുക്ക് ഇത്ര ലുക്ക് വേണം, നമ്മൾ ഇത്ര ദിവസത്തേക്കായിരിക്കും ചെയ്യാം. അപ്പൊ ആ ടൈം ചേച്ചിക്ക് ഫുൾ തിരക്കായിരുന്നു. അപ്പൊ ഇപ്പോ ഫസ്റ്റ് വെഡിങ് സാരി പോയി സെലക്ട് ചെയ്തത് ഞാനാണ്. അപ്പം ചേച്ചിയുടെ അടുത്ത് പോയിട്ട് ഞാനാണ് ഫസ്റ്റ് സെലക്ട് ചെയ്ത് വെക്കുന്ന സാരി കാര്യങ്ങളൊക്കെ. അപ്പൊ പിന്നെയാണ് ചേച്ചി സാരി കാണുന്നത്. അപ്പൊ എന്റെ ഇഷ്ടത്തിനാണ് ആദ്യം പോയി എടുത്തത്. പിന്നെ സാരി പിക്ക് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴാണ് ചേച്ചി സാരി കാണുന്നത്, അല്ലാതെ ചേച്ചി സാരി തമ്മിലൊരു ബന്ധം ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെയാണ് ആ സാരി എടുത്തത്. പിന്നെ ബ്ലൗസിന്റെ ഒക്കെ ഡിസൈനൊക്കെ നമ്മൾ എടുത്ത് പിന്നെ അത് കൊടുത്ത് അത് ചെയ്യിപ്പിച്ച്. ഈ ബ്ലൗസ് ആണെങ്കിലും കാണുന്ന ചേച്ചി വെഡിങ്ങിന്റെ ഒന്നാണ്. എന്താ വെച്ചാൽ ചേച്ചി ഫുൾ തിരക്കായിരുന്നു. അപ്പൊ അതിന്റെ ഇടയിൽ ട്രയൽ പോലും നോക്കിയിട്ടില്ല. പക്ഷെ എന്തോ ദൈവം സഹായിച്ചു, അതിൽ വന്ന ദുപ്പട്ട എനിക്ക് തോന്നുന്നു ഫസ്റ്റത്തെ ദുപ്പട്ട ഞാൻ എറണാകുളത്ത് നിന്നാണ് ചെയ്തത്. അപ്പൊ അത് ഇത്ര ഫിനിഷിങ് പോരാത്തതുകൊണ്ട് അപ്പൊ നമ്മുടെ ഈ ജാസാഷാണ് നമുക്ക് ഈ ബ്ലൗസ് ചെയ്ത് തന്നെ. അപ്പൊ ഇങ്ങനെ ഷോളൊന്ന് കൊളായിട്ടുണ്ട്, അപ്പം നമുക്ക് പെട്ടെന്ന് ചെയ്തുതരാമെന്ന് ചോദിച്ചിട്ട് പിറ്റേ ദിവസമാണ് ഫംഗ്ഷൻ. പക്ഷെ അവർ ഒരു ദിവസം കൊണ്ടൊരു എനിക്ക് തോന്നുന്നു ആ ഷോള് മാത്രം ചെയ്യാൻ ഒരു 23 പണിക്കാരെ ഒറ്റ ദിവസം ഇരുത്തിയിട്ട് ചെയ്താണ് ആ ദുപ്പട്ട. അതെ. പക്ഷെ എങ്ങനെയോ കളറൊക്കെ കറക്റ്റായിട്ട് വന്നു, നന്നായിട്ട് വന്നു. അത് എനിക്ക് തോന്നുന്നു ആ ലുക്കിൽ ഏറ്റവും കൂടുതൽ എടുത്തറിയുന്നതും ആ ഒരു ദുപ്പട്ടയായിരുന്നു, ആ ഒരു സ്റ്റൈലിങ്.
എനിക്ക് അതിനെക്കുറിച്ചും കമന്റ്സ് ഇപ്പം എൻ്റെ സിസ്റ്ററൊക്കെ നന്നായിട്ട് ഇങ്ങനെ നോക്കുന്ന അപ്പൊ പറഞ്ഞ ഇത് അതൊരു വെറൈറ്റി ആയിരുന്നു. ദുപ്പട്ട ഫസ്റ്റത്തെ ഫ്ലോപ്പ് ആയപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാ വേണ്ട ദുപ്പട്ടാന്ന് വെച്ചു. പക്ഷെ എന്താ വെച്ചാൽ പിന്നെയും നമ്മുടെ മനസ്സിലത് കിടക്കുന്നതുകൊണ്ട് എന്താ വെച്ചാൽ നമ്മളത് മനസ്സിലിങ്ങനെ ഓൾറെഡി ചിന്തിച്ച് വെച്ചു സൈഡിലൊരു ദുപ്പട്ട കൊടുക്കാം എന്നൊക്കെ. അപ്പോൾ പിന്നെ അത് വീണ്ടും ആ ജാസാഷിൽ ഒരു ദിവസം കൊണ്ട് ചെയ്താണ് അത് മൊത്തം ആ ഷോള് മൊത്തം. ഇപ്പം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സെലിബ്രിറ്റീസിനെയും ഷൂട്ട്സും കാര്യങ്ങളൊക്കെ ആണല്ലോ കൂടുതലും ചെയ്യുന്നത്. അപ്പം നോർമലി ഇപ്പോൾ മേക്കപ്പ് എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് ഗേൾസിൻ്റെ ആണ് അല്ലെങ്കിൽ പെൺകുട്ടികൾ ചെയ്യുന്നതാണെന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ബൈ ഗോഡ്സ് ഗ്രീസ് അത് മാറി വരുന്നുണ്ട്. അതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ എങ്ങനെയായിരുന്നു ഈ ഒരു ഫീൽഡിലേക്ക് എത്തിയത്? ഒരു സ്റ്റാർട്ടിങ് എത്ര നാളായി ഇപ്പോൾ ഈ ഒരു ഫീൽഡിലേക്ക് ഇപ്പോൾ വന്നിട്ട് ഒരു 8 വർഷമായി. 8 വർഷമായി ഫീൽഡിലേക്ക് വന്നിട്ട്. അതിപ്പോൾ എല്ലാവരും ചോദിക്കും സ്റ്റാർട്ടിങ് എന്താണ് എന്നൊക്കെ. പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല, പഠിക്കണം എന്ന് തോന്നി. അങ്ങനെ ഞാനിവിടെ കൊച്ചിയിലാണ് കോഴ്സ് ചെയ്തത്. അപ്പോൾ അങ്ങനെ എന്തായിരുന്നു അപ്പോൾ ഒരു മോട്ടിവേഷൻ ഈ ഒരു ഫീൽഡ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്? ഇപ്പം മോട്ടിവേഷൻ മീൻസ് എന്താ പറയുക, ഞാൻ ഫസ്റ്റ് ഒരു ടെക്സ്റ്റൈൽസിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ 10th ഒക്കെ കഴിഞ്ഞിട്ടൊരു അപ്പോൾ ഞാനവിടെ സ്റ്റാച്യൂലൊക്കെ ഡ്രേപ്പ് ചെയ്യുമായിരുന്നു സാരി. അപ്പോൾ എനിക്ക് തോന്നുന്നു അപ്പോൾ ഇങ്ങനെ വെഡ്ഡിങ് കസ്റ്റമേഴ്സൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഡ്രേപ്പ് ചെയ്ത് കാണിച്ചു കൊടുക്കുമ്പോൾ എന്നാൽ നിങ്ങൾക്ക് മേക്കപ്പ് ഒന്ന് ജസ്റ്റ് പഠിച്ചുകൂടെ? അപ്പോൾ അങ്ങനെയൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ മീൻസ് ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും കോഴ്സ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു ഇങ്ങനെ സിനിമയിലേക്കൊക്കെ മേക്കപ്പ് പഠിപ്പിക്കുന്ന സ്ഥലമുണ്ടോ, ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അങ്ങനെ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഇവിടെ പട്ടണംബശ്ശേരി ഇൻസ്റ്റിറ്റ്യൂട്ട് കാണുന്നത്. അപ്പോൾ അന്ന് ജസ്റ്റ് നമ്മൾ സെർച്ച് ചെയ്ത് കൂടെ വന്നു പോയി. പക്ഷെ ആ വർഷം കോഴ്സ് ചെയ്തില്ല. അപ്പം എനിക്ക് തോന്നുന്നു പിന്നെ ഒരു വർഷം കൂടെ കഴിഞ്ഞിട്ടാണ് ഞാൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വരുന്നത്. അപ്പം പിന്നെ ആദ്യം കുറച്ച് മൂവീസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തു, പിന്നെയാണ് ഫ്രീലാൻസ് ആയത്. നമ്മളിപ്പോൾ ഗോപികയുടെ സ്വാസികയുടെ 5 ലുക്ക് ചെയ്തു, ഗോപികയുടെ 2 ലുക്ക് ചെയ്തു. അപ്പോൾ അതിലും കുറച്ചുകൂടി മറ്റൊരു ലുക്ക് ഉണ്ട്, ടെമ്പിൾ ലുക്കും. അതിന്റെ വീഡിയോയും കൂടി ഒന്ന് കാണാം. ഇതും ഭയങ്കര അപ്രിസിയേഷൻ കിട്ടിയ ഒരു ഇതായിരുന്നു. അപ്പോൾ ഈ മേക്കപ്പ് ലുക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പം സ്വാസികയാണെങ്കിലും ഗോപികയാണെങ്കിലും ഫസ്റ്റ് പറഞ്ഞൊരു കാര്യം എന്തായിരുന്നു? ആദ്യം ഇങ്ങനെ കണ്ണാടി കംപ്ലീറ്റ് ലുക്ക് കഴിഞ്ഞിട്ട് അവരിങ്ങനെ സ്വാസിക്ക് നോക്കാൻ സമയം കിട്ടിയിട്ടില്ല. ഫസ്റ്റ് എന്താന്ന് വെച്ചാൽ മൊത്തം ഹറിബറി ആയിരുന്നു അന്നത്തെ ദിവസം. അപ്പോൾ ചേച്ചി പെട്ടെന്ന് ഓക്കെ നന്നായിട്ട് മതി അങ്ങനെയാണ്. പിന്നെ ഗോപിക പിന്നെ ഞാൻ ഇതിന്റെ മുന്നേ വർക്ക് ചെയ്ത് കണ്ടിട്ടുള്ളത് കൊണ്ട് എൻ്റെ ഏകദേശം ഞാൻ ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞു. പക്ഷെ ചേട്ടാ വളരെ നന്നായിട്ടുണ്ടായിരുന്നു, എല്ലാവർക്കും ഇഷ്ടമായി, കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് മീൻസ് ഞാൻ ഓൾറെഡി ചെയ്ത് കണ്ടിട്ടുള്ളത് കൊണ്ട് അവർക്ക് അങ്ങനെ. പിന്നെ ഗോപിക വന്നിട്ട് എനിക്ക് തോന്നുന്നു ഒരു 2-3 ദിവസം ഫംഗ്ഷൻ കഴിഞ്ഞ് ഫുൾ ടയേർഡായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു അവർ വന്ന് കടന്നത് 2 മണിക്ക് എന്തോ ആണ്. നമ്മൾ 3 മണിക്ക് അടുത്ത മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഫുൾ ടയേർഡായിരുന്നു അന്നത്തെ ദിവസം. അപ്പോൾ പിന്നെ മേക്കപ്പ് ചെയ്യുമ്പോഴല്ലേ ഇത് ഇങ്ങനെ ഉറങ്ങി വീഴുമായിരുന്നു. അപ്പോൾ പിന്നെ എല്ലാവരും ഹാപ്പിയാന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മള് സ്വാസികയുടെ ദുപ്പട്ടയുടെ നമ്മള് വർക്കിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പൊ സാരി എടുത്തതും നമ്മുടെ ആര്യയുടെ കാഞ്ചീപുരത്തിൽ നിന്നാണെന്നും പറഞ്ഞു. പക്ഷെ ഇപ്പൊ സാരിയില് ഡിസൈൻസ് നോക്കുമ്പോഴേക്കും ഇത് എങ്ങനത്തെ വർക്ക്സ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്? സാരിയിലേക്ക് വരുമ്പോൾ നമ്മൾ ബ്ലൗസിന്റെ സാരി എന്തൊരു ടിഷ്യൂ കാഞ്ചീപുരം സാരി ആയിരുന്നു. വെച്ചാൽ അതൊരു പുതിയ ലോഞ്ചായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഫുൾ കോപ്പർ സാരി ആയിരുന്നു. ഫുൾ ബോഡി കംപ്ലീറ്റ് കോപ്പർ വന്നിട്ട് അതിൽ സെൽഫ് കളറിൽ തന്നെ ഒരു ബൂട്ടാസ്, വലിയ ബൂട്ടാസ് ഉള്ളത്, ബോർഡറും അങ്ങനെ തന്നെ. അപ്പോൾ നമ്മളിങ്ങനെ നേരത്തെ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ ഇങ്ങനെ പ്രിൻ്റോ അല്ലെങ്കിൽ ബോഡിയിൽ കംപ്ലീറ്റ് വേറെ കളേഴ്സോ അങ്ങനെയൊന്നും വരരുതെന്ന് ആഗ്രഹം ഉണ്ടായി. പിന്നെ കോപ്പർ ചേരുമോ എന്ന് പുള്ളിക്കാരിക്ക് ഒരു സംശയമുണ്ട്. പക്ഷെ മജന്ത ബോർഡർ വന്നതുകൊണ്ട് നേരത്തെ പുള്ളിക്കാരി എപ്പോഴും മജന്ത യൂസ് ചെയ്യുന്നുണ്ട്, മജന്ത നന്നാവും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അത് ഫിക്സ് ചെയ്തത്. ഓക്കെ. ഇപ്പം സാരിയുടെ വീഡിയോനെ കുറിച്ച് പറയുമ്പോഴേക്കും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ ആര്യ ചേച്ചി പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഇൻസ്റ്റയിലും. പുള്ളിക്കാരി വരുന്നതും സാരി സെലക്ട് ചെയ്യുന്നതൊക്കെ. അപ്പോൾ അതിൽ ലാസ്റ്റ് ഇങ്ങനെ പറയുന്നുണ്ട് ഇത് ലാസ്റ്റ് പീസാണ്, ഇനി ആരും ഇത് ചോദിച്ച് ബുദ്ധിമുട്ടിക്കരുത് എന്നുള്ള ഒരു ഇത് സ്വാസിക പറയുന്നുണ്ടായിരുന്നു. അതെ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു റെയർ കോമ്പിനേഷനെ കുറിച്ച് ഇങ്ങനെ ആര്യ ചേച്ചിട്ട് സംസാരിച്ചു. ആര്യ ചേച്ചി ഒരു ചെയ്തതാണ് ആ സാരി. അപ്പോൾ അതിന്റെ കൂട്ടത്തിൽ വേറെ 2 സാരിയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട അത് ഒരു പീസേ ഉള്ളൂ, വേറെ പീസ് ഇല്ല. അപ്പം എനിക്ക് തോന്നുന്നു ആര്യ ചേച്ചിയുടെ കളക്ഷൻസ് ഒക്കെ കുറച്ചും കൂടെ യുണീക്ക് സാധനങ്ങളാണ്. എനിക്ക് തോന്നുന്നു റിപ്പീറ്റേഷൻ ഇല്ല. അപ്പോൾ നമ്മൾ പോകാൻ നേരത്താണെങ്കിലും ഒരുപാട് സാരീസ് നമ്മൾ നോക്കി. ഇപ്പം ആദ്യം ഞാൻ പോയി സെലക്ട് ചെയ്ത് അത് ഫിക്സ് ചെയ്തെങ്കിലും നമ്മൾ സ്വാസിക ചേച്ചിക്ക് സാരി ഒന്ന് കാണാൻ വേണ്ടി ഇടയിൽ പോയിട്ടുണ്ടായി. അപ്പോൾ ലാസ്റ്റ് എടുക്കുന്നതിൻ്റെ തലേ ദിവസം അപ്പോൾ നമ്മൾ വേറെ സാരികളൊക്കെ ചുമ്മാ എടുത്തിട്ട് നോക്കി. പക്ഷെ എന്നിട്ടൊന്നും ഈ ഒരു ഭംഗി വരുന്നില്ലായിരുന്നു. അതുകൊണ്ടാണ് ലാസ്റ്റ് ആ സാരി തന്നെ ഫിക്സ് ചെയ്തത്. ഓക്കെ. ഇപ്പം നമ്മുടെ ഈ വീഡിയോ കവർ ചെയ്യാനൊക്കെ വരുമ്പോഴേക്കും നമ്മളിങ്ങനെ എല്ലാ സെലിബ്രിറ്റീസിനോടും സംസാരിക്കുകയൊക്കെ ചെയ്യലും. അപ്പോൾ അതിൽ റിമി ടോമി ഇല്ലേ സിംഗർ, പുള്ളി
പുള്ളിക്കാരിയുടെ അടുത്ത് നമ്മളിങ്ങനെ സംസാരിച്ചായിരുന്നു. അപ്പം അതിന്റെ ഒരു ബൈറ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇതുപോലെ ഒരു കല്യാണം സുരേഷന്റെ മകളുടെ കല്യാണം കഴിഞ്ഞിട്ട് തകർക്കൂല. എത്ര ഫംഗ്ഷനാ, മെഹന്തി, ഗുലാബി, ഹിന്ദുസ്ഥാനി എന്നൊക്കെ പറഞ്ഞ് ഇവനാണ് മെയിൻ മേക്കപ്പ് ആർട്ടിസ്റ്റ്. ഒക്കെ എത്ര ഫംഗ്ഷൻ കോൺട്രാക്ട് എടുത്ത് എല്ലാം കലകിലും ശ്വാസിച്ച് തകർക്കും. ഓക്കെ, അപ്പൊ അതില് ചേച്ചി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഫുൾ എല്ലാ കല്യാണത്തിന്റെയും കോൺട്രാക്ട് എടുത്തിരിക്കുകയാണെന്ന്. അതെ അതെ, അത് ചേച്ചി നേരത്തെ അറിയാം എനിക്ക്. അപ്പോ ചേച്ചി ജസ്റ്റ് വന്നപ്പോ ഞാൻ കൂട്ടാൻ വേണ്ടി പോയതാണ്, പിന്നെ തിരിച്ചു കൊണ്ടേക്കാനും പോയി. പിന്നെ അങ്ങനെ ജസ്റ്റ് ഒരു തമാശക്ക് ചോദിച്ചതാണ്. ഈ ഡയലോഗ് വേറെ ആരൊക്കെ ചോദിച്ചിട്ടുണ്ടാവും? അതിപ്പോ എന്താ പറയാ, ഈ ഇവരുടെ സെയിം ഫംഗ്ഷന് തന്നെ മറ്റവരുടെ ഫംഗ്ഷനും അവിടെ കാണുമ്പോ നീ ഇവിടെ വന്നല്ലേ കുമ്പിടിയാന്നൊക്കെ. അതെ അതെ, ഇപ്പൊ കഴിഞ്ഞപ്പോ തന്നെ ഇപ്പൊ മിയ, ശ്വേത ചേച്ചി, പിന്നെ സരയു ചേച്ചിയൊക്കെ വിളിച്ചിട്ടുണ്ടായി. അപ്പൊ എല്ലാം നന്നായിരുന്നു, എല്ലാം സ്വാസിക തൊട്ട് ഗോപിക വരെ നന്നായിരുന്നു. കുറെ പേര് നല്ല, എനിക്ക് തോന്നുന്നു വർക്ക് ചെയ്തിട്ട് ഫസ്റ്റ് ടൈമാണ് എനിക്ക് ഇത്രയും ആൾക്കാർ വിളിച്ച് സംസാരിക്കുന്നത്. മീൻസ് അവർക്ക് ആർട്ടിസ്റ്റുകളാണല്ലോ, വിളിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നാലും നമ്മളെ വിളിച്ച് ഇങ്ങനെയൊന്നും സംസാരിക്കുമ്പോൾ സന്തോഷം. ഇപ്പോൾ ഈ ഒരു ഫീൽഡിനെ കുറിച്ച് പറയുമ്പോഴേക്കും നോർമലി ഇപ്പൊ 8 വർഷമായാലും ഫീൽഡിൽ നിൽക്കുന്നത്. അപ്പം ഇപ്പോൾ ഉള്ള ഒരു അക്സെപ്റ്റൻസ് തുടക്കകാലങ്ങളിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു? ഇല്ല, ഒട്ടും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഞാൻ എൻ്റെ വീട് കാലിക്കറ്റിലാണ്. അപ്പൊ ഞാൻ ഒരു 8 വർഷമായിട്ട് കൊച്ചി തന്നെയാണ്. അപ്പൊ എനിക്കറിയാം വീട്ടിൽ പോയിട്ട് നിന്ന വർക്ക് ഉണ്ടാവില്ല എന്ന്. അപ്പം എൻ്റെ കുറച്ചും കൂടെ ഗ്രാമപ്രദേശമാണ്. പിന്നെ നമ്മളുടെ ഒരു എമൗണ്ട് പറയുമ്പം എന്നാൽ ആ പൈസക്ക് ഒരു പവൻ സ്വർണം കൂടെ വാങ്ങിക്കാലോ, വെറുതെ മുഖത്ത് മറ്റേ മേക്കപ്പ് ചെയ്യാൻ ഇത്രയും എമൗണ്ട് മുടക്കണ്ടല്ലോ എന്ന് പറയുന്ന ആൾക്കാർ തന്നെയാണ്. ഇപ്പൊ മാറി. ഇനിയിപ്പോ കോഴിക്കോടുകാരെന്നെ പിടിച്ചിടിക്കോ എനിക്കറിയില്ല. എന്താ വെച്ചാൽ അവിടെ ആ സമയത്ത് അങ്ങനെയായിരുന്നു. ഇപ്പൊ കാലിക്കറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ കൊച്ചിയാണ് കുറച്ചും കൂടെ സേഫ്. ഓക്കെ, ടോട്ടലി ഇപ്പൊ ഇതുവരെയുള്ള ഒരു വർക്ക് എക്സ്പീരിയൻസിൽ എത്ര ബ്രൈഡ്സിനെ ഒരുക്കി കഴിഞ്ഞു ഇതുവരെ? ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 2000 പ്ലസ് ഉണ്ടാവും. 2000 ഒന്നും അല്ല, 2000 പ്ലസ് ബ്രൈഡ്സ് ചെയ്തിട്ടുണ്ടാവും. ഇതിപ്പോ ഒരു ചോദ്യമായിട്ട് കൂട്ടാൻ പറ്റില്ല, കാരണം എല്ലാവരെയും ഓർമ്മ ഉണ്ടാവില്ല. എന്നാലും അതിനുശേഷം ഇപ്പൊ മേക്കപ്പ് കഴിഞ്ഞു പോയതിനു ശേഷം ഇങ്ങനെ കമ്പനി വെക്കുന്ന ബ്രൈഡ്സ് അല്ലെങ്കിൽ പിന്നീടുള്ള ഫംഗ്ഷൻസിനൊക്കെ വിളിക്കുന്നവര്, ഇപ്പോൾ ബ്രൈഡ്സ് ഇപ്പം എന്താ പറയാ, മേക്കപ്പ് നമ്മൾ നേരത്തെ ചെയ്ത ബ്രൈഡ്സ് അവരുടെ റിലേറ്റീവ്സോ, എനിക്ക് അങ്ങനെയാണ് കൂടുതൽ വർക്ക് വരുന്നത്. അവരുടെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ അല്ലെങ്കിൽ കൊളീഗ്സോ അങ്ങനെയൊക്കെ ആയിട്ട് വർക്ക്സ് വരാറുണ്ട് കുറെ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്ന ബ്രൈഡ്സോ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരുപാട് സെലിബ്രിറ്റീസിന്റെ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ടാവല്ലോ. എല്ലാവരും യൂണീക്ക് ആയിട്ടുള്ള രീതികളിൽ ബ്യൂട്ടിഫുൾ ആണ്, നല്ല സ്കിന്നൊക്കെ ഉള്ള ആൾക്കാരൊക്കെ. എന്നാലും കുറച്ചുകൂടി മേക്കപ്പ് ചെയ്യാനൊരു ഭയങ്കര ഒരു നല്ലൊരു ഈസി ആയിട്ട് ഫീൽ ചെയ്യുന്ന, പറയില്ല അങ്ങനെ ഒരിക്കലും പറയില്ല. എന്നാലും കംഫർട്ടബിൾ, എല്ലാവരും കംഫർട്ടബിൾ തന്നെയാണ്. മീൻസ് ഞാൻ ഇത്രയും കാലം ചെയ്ത മേക്കപ്പ് മീൻസ് ആർട്ടിസ്റ്റുകളൊക്കെ എനിക്ക് കംഫർട്ടബിൾ ആണ്. അതാണ് ഞാൻ നോക്കാറ്. അത്ഭുതപ്പെടുത്തിയ ഒരു സൗന്ദര്യം ചോദിച്ചാർട്ടായിരിക്കും. എല്ലാത്തിനും ഡിപ്ലോമാറ്റിക് ആയിട്ട് ആൻസർ പറയാൻ പറ്റില്ല. അത്ഭുതപ്പെടുത്തിയെന്ന് ചോദിച്ചാല് എല്ലാവർക്കും അവരുടേതായ യുണീക്നെസ് ഉണ്ടല്ലോ, എന്നാലും അങ്ങനെയുള്ളൂ. അല്ലാതെ ഭയങ്കര അയ്യോ കണ്ടപ്പോ ഇങ്ങനെ തോന്നി അങ്ങനെയൊന്നും. എല്ലാവരും നമ്മൾ മാക്സിമം ബെസ്റ്റ് കൊടുക്കണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, ഇപ്പം ഒരുപാട് ലുക്സ്, വെറൈറ്റി ലുക്സ് ഒക്കെ ട്രൈ ചെയ്യുന്ന ഒരാളാണല്ലോ. എന്നാലും ഇപ്പം ഏതെങ്കിലും ലുക്സ് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് പോയിട്ടുണ്ടോ? ലൈക്ക് എങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് അവസാനം സെറ്റാക്കി വിട്ടെന്തെങ്കിലും ബ്രൈഡല്ലോ? ഇപ്പൊ ചില ബ്രൈഡ്സ് ഇപ്പൊ നമുക്ക് ചിലവർ എന്ത് ചെയ്താൽ നമുക്ക് സമ്മതിക്കില്ല. ഇപ്പോൾ ഒരു കുട്ടി ഇതുപോലെ തന്നെ ഒരു ഹെയർ സ്റ്റൈൽ പറഞ്ഞു, അപ്പൊ നമ്മളത് സെറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ പറ്റില്ല എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്താ വെച്ചാൽ ഹെയറിന് ഇവിടെ വോളിയം കുറവായതുകൊണ്ട് ഇങ്ങനെ പറ്റില്ല, അപ്പൊ അത് തന്നെ വേണം. ഒക്കെ ചെയ്ത് കഴിഞ്ഞ് പൂവും വെച്ച് കഴിയുമ്പോൾ പറയും അയ്യോ ചേട്ടാ എനിക്ക് തോന്നുന്നില്ല ഇത് നന്നാവുന്നു, ചേട്ടൻ പറഞ്ഞ തന്നെയായിരുന്നു ബെറ്റർ എന്ന് പറയും. അപ്പൊ നമുക്ക് ഇറങ്ങാൻ സമയം ഉണ്ടാവും. അപ്പൊ ചില ബ്രൈഡ്സ് നമുക്ക് അങ്ങനെ, അപ്പൊ നമ്മൾ പറയും എന്നാൽ ഫസ്റ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോളൂ, അവിടെ മണ്ഡപത്തിൽ ചെല്ലുമ്പോൾ കുറച്ച് സമയം ഉണ്ടാവും, നമുക്ക് അഴിച്ചു കെട്ടാം, അങ്ങനെ കെട്ടിയിട്ടൊക്കെ ഉണ്ട്. ഇപ്പം മേക്കപ്പിന് അടുത്തേക്ക് വരുന്ന ഇപ്പൊ ബ്രൈഡ്സ് ആണെങ്കിലും ഈ ഞാൻ ചില മേക്കപ്പ് ആർട്ടിസ്റ്റിന് ഇന്റർവ്യൂ എടുക്കുമ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഫേഷ്യൽ ഹെയർസ് അല്ലെങ്കിൽ അവര് തൊട്ട് മുന്നേത്തെ ദിവസം ഫേഷ്യൽ ചെയ്യുക, അങ്ങനെ കുറെ അബദ്ധങ്ങൾ കാണിക്കുന്ന ബ്രൈഡ്സ് ഉണ്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ സജഷൻസ് കൊടുക്കാനുണ്ട് ഇനി അപ്കമിങ് ബ്രൈഡ്സിനോട്? ഞാൻ പറയാറ് എപ്പോഴും ഫേസിൽ ബ്ലീച്ച് ചെയ്യരുതെന്ന് പറയും. അപ്പൊ ബ്ലീച്ച് ചെയ്ത് കഴിയുമ്പോൾ ഹെയറിന് ഒരു യെല്ലോ കളർ വരും. അപ്പൊ കുറച്ച് നല്ല ഹെയർ ഗ്രോത്ത് ഉള്ള ആളാണെങ്കിൽ അതിന്റെ പുറത്തേക്ക് മേക്കപ്പ് പോകുന്ന കഴിയുമ്പോൾ വീണ്ടും നമുക്കൊരു ഹെവി എഫക്റ്റ് തോന്നും. അപ്പൊ ഞാൻ പറയും നിങ്ങൾ ബ്ലീച്ച് ചെയ്യരുത്, ബാക്കി ഫേഷ്യൽ ഹെയർസ് ഇപ്പം നിങ്ങൾ റേസർ വെച്ചിട്ടോ അല്ലെങ്കിൽ ത്രെഡ് ചെയ്യോ എന്തെങ്കിലും ചെയ്തോളൂ എന്ന് പറയും. അപ്പൊ പിന്നെ ഞാൻ പറയും വാക്സ് ചെയ്ത് ശീലമുള്ള ആൾക്കാരാണെങ്കിൽ വാക്സ് ചെയ്തോളൂ എന്ന് പറയും. ഇപ്പം ചില ബ്രൈഡ്സ് ഒക്കെ തലേ ദിവസം വാക്സ് ചെയ്തിട്ട് ഫേസ് പൊള്ളിയ ഇതൊക്കെ ഉണ്ട്. അപ്പം ചിലവർക്ക് പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കും, സെൻസിറ്റീവ് സ്കിന്നായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്താ പറയുക വാക്സ് ചെയ്തിട്ട് പൊള്ളി. അപ്പോൾ ഞാൻ പറയും നിങ്ങൾ വാക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്തോളൂ, ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ
അല്ലെങ്കിൽ ഫേഷ്യൽ ഹെയർസ് റേസർ വെച്ച് റിമൂവ് ചെയ്യാൻ പറയും. ഇപ്പോൾ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്, പക്ഷെ എന്നാലും ഇപ്പോൾ ഫ്രണ്ട്സിന്റെ ഇടയിലോ അല്ലെങ്കിൽ വീടുകളിലോ ഉള്ള ലേഡീസ് ഉണ്ടാവുമല്ലോ, ഇപ്പം കസിൻസ്, സിസ്റ്റേഴ്സ്, ഫ്രണ്ട്സ്, അവരൊക്കെ ഇങ്ങനെ മേക്കപ്പ് പ്രോഡക്ട്സ് ചോദിക്കാറൊക്കെ ഉണ്ടോ? ചോദിക്കാറുണ്ട്, എന്താ നല്ലത്, ഏതാ വാങ്ങിക്കേണ്ടത്. അതല്ല, കയ്യിലുള്ളത് ചോദിക്കാറുണ്ടോ? എനിക്കത് തരോ? ഇല്ല, ചോദിക്കാറേ ഇല്ല. ഇല്ല, ചോദിച്ചാൽ കൊടുക്കൂ? ചോദിച്ചാൽ കൊടുക്കും. പെർമനന്റ് ആയിട്ടല്ല, കുറച്ച് നേരത്തെ. അങ്ങനെയല്ല, എനിക്ക് ആ ലിപ്സ്റ്റിക് ഷെയ്ഡ് ഇഷ്ടമായി, എനിക്ക് തരുമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കാറ്. കൊടുക്കും. പെർമനന്റ് വാങ്ങിക്കും. അങ്ങനെ കൊടുക്കാറില്ല അല്ലേ? അങ്ങനെയല്ല, ചില ബ്രൈഡ്സ് ഒക്കെ നല്ല ലിപ്സ്റ്റിക് ആണ് ചേട്ടാന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലതാണ്, ഞാൻ കൊടുക്കും. എന്താ വെച്ചാൽ ഇപ്പൊ കൊടുത്ത ചരിത്രമൊക്കെ ഉണ്ട്. ഇല്ലാന്ന് പറഞ്ഞാലും നമുക്ക് കാര്യമായിട്ട് ചോദിക്കുമ്പോൾ കൊടുക്കാറോ. എന്നാലും കൊടുത്തതിൽ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള എന്ത് പ്രൊഡക്റ്റ് ആയിരിക്കും? അങ്ങനെ ഹൂഡ ബ്യൂട്ടിയുടെ ലിപ്സ്റ്റിക് ആണല്ലേ? ഓക്കെ. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ ഫീൽഡിലേക്ക് വരുന്നുണ്ട്, മേക്കപ്പ് ഇഷ്ടപ്പെട്ട ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലൊക്കെ. അപ്പോൾ ഒരു സ്റ്റാർട്ടേഴ്സ് ആയിട്ടുള്ള ഇവരുണ്ടാവല്ലോ, മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ, അവർക്ക് കൊടുക്കാൻ എന്തെങ്കിലും ടിപ്സ് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 5 ടിപ്സ്? 2-3 ടിപ്സ് പറയാം, 5 ഉണ്ടാവില്ല. ഒന്ന് പഞ്ച്വലായിരിക്കുക, ടൈമിങ്. ഇപ്പം നമ്മൾ 7 മണിക്ക് തുടങ്ങണം എന്ന് പറഞ്ഞാൽ 7 മണിക്ക് തന്നെ തുടങ്ങാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഒരു ഷൂട്ടിന് എത്തണം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് തന്നെ എത്താൻ, പഞ്ച്വാലിറ്റി ഫസ്റ്റ്. പിന്നെന്താണ്, ജെന്യൂൻ ആയിരിക്കുക. ഇപ്പോൾ കയ്യിലുള്ള മേക്കപ്പ് പ്രോഡക്ട്സിലുണ്ടല്ലോ, ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഏതാ കയ്യിലുള്ളതിൽ? ഞാൻ പുതിയൊരു ഐഷാഡോ പാലറ്റ് വാങ്ങിച്ചു, എൻ്റെ പേര് ഓർമ്മയില്ല, എനിക്ക് തോന്നുന്നു 12,000 സംതിങ് എന്തോ ആയി. അതാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് ഞാൻ വാങ്ങിച്ചത്. ഫൗണ്ടേഷൻസ് ഒരുപാട്, എനിക്ക് ഇങ്ങനെ പ്രൊഡക്ട്സിനോട് ഭയങ്കര ആക്രാന്തമാണ്. അപ്പോൾ എവിടെ കണ്ടാലും നല്ല ബ്രാൻഡ് എവിടെ കണ്ടാലും ഞാൻ വാങ്ങിക്കും. അങ്ങനത്തെ ഒരു കൂട്ടത്തിലാണ് ഞാൻ. മേക്കപ്പ് പ്രൊഡക്ട്സ് ഒരുപാടുണ്ട്. ഇപ്പോൾ പുതിയ സാധനങ്ങൾ ട്രൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എപ്പോഴും വാങ്ങിക്കും. എന്നാലും ഇഷ്ടപ്പെട്ട ബ്രാൻഡ് ഉണ്ടോ? ഇപ്പം ഇന്ന ബ്രാൻഡിന്റെ സാധനങ്ങൾ കുറച്ച് ഇഷ്ടപ്പെട്ടത് ഇപ്പോൾ ഫൗണ്ടേഷൻസിൽ ഇപ്പോൾ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഷാർലറ്റ് ടിൽബറി ആണ്. ഷാർലറ്റ് ടിൽബറി വന്നിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അർമാനി ഇഷ്ടമാണ്. അങ്ങനെ 2-3 പ്രൊഡക്ട്സ് ഭയങ്കര ഫേവറേറ്റ് ആണ്. നമുക്ക് അടുത്തായിട്ട് ഒരു ചെറിയൊരു ടാസ്ക് ആണ്, മേക്കപ്പ് റിലേറ്റഡ് ആണ്. നമ്മൾ കുറച്ച് സാധനങ്ങൾ പറയും, അപ്പം അതിനെക്കുറിച്ചുള്ള ഒരു ടിപ്പോ അല്ലെങ്കിൽ അറിയാവുന്ന ഒരു കാര്യം നമ്മളടുത്ത് ഷെയർ ചെയ്താൽ മതി. ഇപ്പം ഫൗണ്ടേഷൻ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഡൗട്ട്, പല ആൾക്കാരും ഓൺലൈനൊക്കെ പർച്ചേസ് ചെയ്യും, എന്നാലും നമുക്ക് അറിയില്ല സ്കിൻ കറക്റ്റ് ചെയ്ത് സ്കിൻ ടോൺ ആണ്. അപ്പോൾ ഫൗണ്ടേഷൻ എങ്ങനെ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ എവിടെയാണ് എല്ലാവരും ഇവിടെ ആയിരിക്കും പാച്ച് ചെയ്യുന്നത്, അപ്പോൾ കറക്റ്റ് എവിടെ പാച്ച് ചെയ്ത് വേണം ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യാമെന്നൊക്കെ? ഞാനെപ്പോഴും ഫൗണ്ടേഷൻ എന്താ പറയുക, ആൾക്കാരോട് പറയും അണ്ടർ ടോൺ നോക്കിയിട്ട് സെലക്ട് ചെയ്യാൻ പറയും. ചിലർക്ക് ഇപ്പം അണ്ടർ ടോൺ യെല്ലോ ആയിരിക്കും, ചിലർക്ക് ഓറഞ്ച് ആയിരിക്കും. അപ്പോൾ അണ്ടർ ടോൺ എന്താണോ അത് നോക്കിയിട്ടാണ് സെലക്ട് ചെയ്യാൻ പറയാറ്. അപ്പോൾ ഞാനെപ്പോഴും കയ്യിലൊന്നും ഞാൻ മാച്ച് ചെയ്ത് നോക്കാറില്ല. ഞാൻ നെക്കിൽ ട്രൈ ചെയ്യാറുണ്ട്, പിന്നെ ഫേസിൽ, ചീക്സിൽ ട്രൈ ചെയ്യാറുണ്ട്. ഈ 2 ഭാഗത്ത് നോക്കിയിട്ടാണ് ഞാൻ എപ്പോഴും എൻ്റെ ഫ്രണ്ട്സിനൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കാറ്. ഇപ്പോൾ ഓഫ്ലൈൻ ഷോപ്പിംഗ് ആയിരിക്കും ഓൺലൈൻ ഷോപ്പിംഗ് ആയിരിക്കും കൂടുതൽ സജസ്റ്റ് ചെയ്യുക? ഇപ്പോൾ ഓഫ്ലൈൻ ഷോപ്പാണ്. മീൻസ് നമ്മൾ നേരിട്ട് ചെന്നിട്ട് ഇട്ട് നോക്കുന്നതും പിന്നെ ഓൺലൈൻ മേടിക്കുന്നതും രണ്ടാണ്. ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഒരു സ്ഥലത്ത് ഓഫ്ലൈൻ പോയി പർച്ചേസ് ചെയ്തിട്ട് പിന്നെ ടോൺ നമുക്ക് ഓൺലൈൻ സെലക്ട് ചെയ്യാം. ഏറ്റവും കൂടുതൽ ഒരു സാധനം അബദ്ധം എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമ്മൾ ഈ ലിപ്സ്റ്റിക് ഒക്കെ വേറൊരാൾ ഇടുന്ന ഷെയ്ഡ് കണ്ടിട്ട് നമ്മൾ അത് വാങ്ങിച്ചിട്ടിടും ഇഷ്ടം പോലെ അല്ലേ? പക്ഷെ അവർക്കുള്ള ഷെയ്ഡ് ആയിരിക്കില്ല എൻ്റെ ഫേസിൽ വരുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ ഫേസിലുള്ള ഷെയ്ഡ് ആയിരിക്കില്ല വേറൊരാൾക്ക് വരും. ഞാൻ അതുപോലെ ലിപ്സ്റ്റിക്സ് എപ്പോഴും വാങ്ങിച്ചിട്ട് അബദ്ധം പറ്റാറുണ്ട്. എന്താ വെച്ചാൽ ചില ആൾക്കാർക്ക് ഇടുമ്പോൾ ഇപ്പോൾ സെയിം ടോൺ തന്നെ ഇപ്പോൾ എനിക്കിടുന്ന കളർ ആയിരിക്കില്ല ഇപ്പോൾ തനിക്കിടുന്നത്. രണ്ടും പലരുടെ ലിപ്പിലേക്ക് വരും പല കളറാവും. ലിപ്സ്റ്റിക് എപ്പോഴും എനിക്ക് അബദ്ധം പറ്റാറുണ്ട് വാങ്ങിക്കുമ്പോൾ. അല്ല, അങ്ങനെ അബദ്ധം പറ്റാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണം? എനിക്കിപ്പോഴും പറ്റിക്കൊണ്ടിരിക്കുകയാണല്ലോ, അപ്പൊ എങ്ങനെ ഞാൻ പറഞ്ഞു തരും? എനിക്ക് പറ്റാറുണ്ട്, എനിക്ക് ഇന്നലെ കൂടി പറ്റുള്ളൂ. ഓക്കെ, അടിപൊളി. ഇപ്പൊ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സാധനമാണ് എയർ ബ്രഷ് മേക്കപ്പ്. അതിനെ കുറിച്ച്? എയർ ബ്രഷ് മേക്കപ്പ് ഞാനൊരു 2 years ആയിട്ട് ചെയ്യുന്നുണ്ട്. 2 or 3 ചെയ്യാറുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ലാസ്റ്റിംഗ് കപ്പാസിറ്റി കൂടുതലാണ്, കുറച്ചും കൂടെ എന്താ പറയുക നാച്ചുറൽ ഫീൽ. ഇപ്പം അപ്പോൾ ആൾക്കാർ വേറെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ചിലപ്പോൾ കമൻറ്റ് ചെയ്യും HD മേക്കപ്പിൽ എന്താണ് നിങ്ങൾക്ക് നാച്ചുറലായിട്ട് ചെയ്തുകൂടെ? HDയിലും നല്ല നാച്ചുറലായിട്ട് ചെയ്യാം, എയർ ബ്രഷിലും നാച്ചുറലായിട്ട് ചെയ്യാം. അപ്പോൾ എയർ ബ്രഷിൽ വേണേൽ തിക്കായിട്ട് നിങ്ങൾക്ക് കോട്ട് കൂടുതൽ കൊടുത്താൽ തിക്കായിട്ട് ചെയ്യാം. അപ്പോൾ ഒരു ഫ്ലോലെസ് ഫിനിഷും കൂടെ നമുക്ക് എയർ ബ്രഷിൽ വരും. അത് HDയിലും ഇപ്പോൾ അവൈലബിൾ ആണ്. ഇപ്പോഴത്തെ ഒരു സിസ്റ്റം അനുസരിച്ച് HDയിലും കിട്ടും. പക്ഷേ എയർ ബ്രഷ് ആകുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് ടൈമും ലാഭിക്കാം. എനിക്ക് തോന്നുന്നു ഒരു 5 to 8 to 10 അങ്ങനെ നല്ല ലാസ്റ്റിംഗ് കപ്പാസിറ്റിയും കൂടി ഉണ്ട്.
പക്ഷേ ഞാൻ കേട്ടിട്ടുണ്ട് ചിലപ്പോൾ എയർ ബ്രഷ് മേക്കപ്പ് എല്ലാവർക്കും സ്യൂട്ട് ആവില്ല. എയർ ബ്രഷ് മേക്കപ്പ് കുറച്ചും കൂടെ എനിക്ക് തോന്നിയിട്ടുള്ളത് കുറച്ചും കൂടെ ഫ്ലോലെസ് സ്കിന്നുള്ളവർക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ സ്കിന്നിന് പ്രത്യേകിച്ച് മാർക്സോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ കുറച്ചും കൂടെ നന്നാവും. ബാക്കിയുള്ളവർക്ക് കൊള്ളില്ല എന്നല്ല ഞാൻ പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നല്ല കുരു, നല്ല പിമ്പിൾസ് ഒക്കെ വന്നിട്ട് ഇങ്ങനെ നമ്മൾ ചില ആൾക്കാർക്ക് ഫേസിലേക്ക് നമുക്ക് സ്പഞ്ച് എടുത്ത് വെക്കാൻ പറ്റില്ല. അപ്പോൾ ചിലപ്പോൾ ഒന്നും കൂടെ ഒരു ബൗൺസിങ് വരും, അല്ലെങ്കിൽ കുറച്ചും കൂടെ പ്രൊജക്റ്റ് ചെയ്യും നമ്മൾ ആ പ്രഷർ കൊടുക്കുമ്പോൾ. അപ്പോൾ അങ്ങനെയുള്ളവർക്കും എയർ ബ്രഷ് നല്ലതാണ്. എന്താ വെച്ചാൽ നമ്മൾ അവരുടെ ഫേസിൽ ടച്ച് ചെയ്യണ്ട. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുറച്ചും കൂടെ അവർക്കും നല്ലതാണ്. അപ്പോൾ കുറച്ചും കൂടെ ഫിനിഷിങ് കൂടുതൽ, ഇപ്പോൾ മാർക്സോ പിമ്പിൾസോ ഒന്നുമില്ലെങ്കിൽ കുറച്ചും കൂടെ ഫിനിഷിങ് കൂടുതലായിരിക്കും. ഇപ്പം ആസ് എ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഏറ്റവും ഇങ്ങനെ ചില സജഷൻസ് വരാറുണ്ടോ, എനിക്ക് നല്ല വെളുത്തിരിക്കണം അല്ലെങ്കിൽ നല്ല വെളുപ്പിച്ച്, അപ്പം ഈ സ്കിൻ വൈറ്റനിങ്ങിനെ കുറിച്ച് എന്താവും? സ്കിൻ വൈറ്റനിങ് ഓരോരുത്തരുടെ പേഴ്സണൽ. ഇപ്പം എനിക്ക് നല്ല ആഗ്രഹമുണ്ട് എനിക്ക് ബ്രൈറ്റ് ആവണം, മനസ്സിലായി. അപ്പോൾ അത് എൻ്റെ താല്പര്യമാണ്. അപ്പം അതുകൊണ്ട് എല്ലാവരും നാട്ടുകാർ മൊത്തം വെളുക്കണം എന്നല്ല, എനിക്ക് പേഴ്സണലി ബ്രൈറ്റ് ആവുന്നത് ഇഷ്ടമാണ്. അപ്പോൾ അത് അനുസരിച്ച് ഡസ്കി ടോൺ മോശമാണ്, നല്ല ഡസ്കി ടോൺസും ഇഷ്ടമാണ്. അപ്പം ഓരോരുത്തരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് വെളുക്കണോ കറക്കണോ എന്നൊക്കെ ഉള്ളത്. ഓക്കെ. ഇപ്പം സ്കൂൾ സ്റ്റുഡൻസ് അല്ലെങ്കിൽ കോളേജ് ഗോയിങ് കുട്ടികൾ, അല്ലെങ്കിൽ ഇപ്പം നോർമലി ഡെയിലി ബേസിസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഓഫീസ് യൂസിൽ അവർക്കൊക്കെ അഫോർഡബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ബ്രാൻഡ്സ് കുറച്ച് സജഷൻസ് ചോദിച്ചാൽ ലിപ്സ്റ്റിക്ക്, ഫൗണ്ടേഷൻ അങ്ങനെ. മെബ്ലൈൻ, നൈക്കയുടെ ഫൗണ്ടേഷൻ എനിക്ക് തോന്നുന്നു 500 or 600 റുപ്പീസേ ഉള്ളൂ, പക്ഷെ നല്ല ഫിനിഷിംഗ് ആണ്. കെ ബ്യൂട്ടി എനിക്ക് തോന്നുന്നു 1100 or 200, പക്ഷെ നല്ല ഫൗണ്ടേഷനാണ്, നല്ല മൈൽഡാണ്, നാച്ചുറൽ ഫീൽ കിട്ടും, അതെ ലൈറ്റ് വെയിറ്റ് ആണ്. അപ്പോൾ കെ ബ്യൂട്ടി, മെബ്ലൈൻ, നൈക്ക. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ചില ആൾക്കാർക്ക് ഓൺലൈൻ പർച്ചേസിങ് ആയിരിക്കും കൂടുതൽ കംഫർട്ടബിൾ, എന്തൊക്കെ പറഞ്ഞല്ലോ. അപ്പം അവർക്ക് ഓൾമോസ്റ്റ് പ്രൊഡക്ട്സ് ഒക്കെ കിട്ടാവുന്ന എന്നാൽ അഫോർഡബിൾ ആയിട്ടുള്ള ഓൺലൈൻ വെബ്സൈറ്റ്സ്. നൈക്കയിൽ എല്ലാ ബ്രാൻഡ്സും മീൻസ് ഇപ്പോൾ ലാക്മേ തൊട്ടിട്ട് അതിൻ്റെ മേളിലേക്കുള്ള എല്ലാ ബ്രാൻഡ്സും ഉണ്ട്. അപ്പോൾ നൈക്കയാണ് ഞാനും പേഴ്സണലി യൂസ് ചെയ്യുന്നത്, നൈക്കയാണ്. നൈക്കയാണ് എനിക്ക് കുറച്ചും കൂടെ ജെന്യൂൻ ആയിട്ട് തോന്നിയിട്ടുള്ളത്. കുറച്ചും കൂടി ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫൗണ്ടേഷൻ ബ്രാൻഡ് മീൻസ് അഫോർഡബിൾ ബട്ട് ലോങ് ലാസ്റ്റിംഗ്. കെ ബ്യൂട്ടി ലാസ്റ്റിംഗ് ആണ്, പക്ഷെ നമ്മൾ നന്നായിട്ട് ഫിക്സ് ചെയ്യണം. ഇപ്പോൾ പൗഡർ ഫിക്സ് കാര്യങ്ങളൊക്കെ ചെയ്യണം. അല്ലെങ്കിൽ മെബ്ലൈൻ ലാസ്റ്റിംഗ് ആണ്. ഓക്കെ. അപ്പോൾ നമ്മുടെ ടാസ്ക് ഇത്രേ ഉള്ളൂ. കുറച്ചുകൂടി ആൾക്കാർക്ക് ഹെൽപ്ഫുൾ ആകാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ചോദിച്ചതാണ്. നമ്മൾ ഇപ്പം ബ്രൈഡ്സിനെ ചെയ്തു, സെലിബ്രിറ്റീസിനെയൊക്കെ മേക്കപ്പ് ചെയ്യുന്നു, വെഡിങ് ലുക്സ് ഒക്കെ ചെയ്യുന്നു. പക്ഷെ നമ്മൾ ഉണ്ണിമുകുന്ദൻ ആക്ടർ ആളുടെ ചാണക്യതന്ത്രത്തിൽ സാരി ഉടുപ്പിച്ച ആളാണ് ഈ ഇരിക്കുന്നത്. എന്താ ആള് നമ്മുടെ അഭിലാഷിനെ കുറിച്ച് പറയുന്ന ഒരു വീഡിയോ ഉണ്ട്. ഫസ്റ്റ് നമ്മൾ അത് കാണിച്ചിട്ട് അതിൻ്റെ വിശേഷങ്ങൾ തുടങ്ങാം. അരുൺ മനോഹർ, പിന്നെ എന്നെ സാരി ഉടിപ്പിച്ച് എന്റെ സാരി ഉടിപ്പിച്ച പയ്യൻ മിടുക്കനാണല്ലേ. 49 പുള്ളിക്ക് സാരി ഉടിപ്പിക്കാൻ അറിയാം. ആൻഡ് സ്ത്രീകളെയാണ് കൂടുതൽ സാരിയൊക്കെ ഉടിപ്പിക്കാറ്. ഞാൻ അവന്റെ മെയിലായിട്ട് ആദ്യമായിട്ടാണ് പുള്ളി എന്നെ ട്രൈ ചെയ്തത്. പക്ഷെ ഗംഭീര സപ്പോർട്ടായിരുന്നു അവരെല്ലാവരും, ഒരു കോൺഫിഡൻസും. ഓക്കെ. 49 രീതിയിൽ സാരി ഉടിപ്പിക്കാൻ അറിയാം. ഇപ്പോൾ 50+ അറിയാം. ഇത് എവിടെ ഒരു കുറച്ച് എക്സാമ്പിൾസ് പറയോ? ഇപ്പോൾ ഗുജറാത്തി, മറാഠി, അല്ലെങ്കിൽ എന്താ പറയുക, ഇപ്പോൾ ഞാൻ സാരി ഗൗൺ പോലെ ഉടുക്കും, സ്കേർട്ട് ധാവണി പോലെ ഉടുക്കും, പിന്നെ എല്ലാം അയ്യങ്കാർ എല്ലാം ഉടുക്കും. പക്ഷെ സാരി ഉണ്ടോ നമുക്കൊന്ന് ട്രൈ ചെയ്യായിരുന്നല്ലേ? എന്താ ഫ്രണ്ട് ഉണ്ടല്ലോ. ഞാൻ കുറെ മീൻസ് എനിക്ക് തോന്നുന്നു ആ മൂവി ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു 3 years എന്താണെങ്കിലും ആയി. അത്രയും വർഷം മുന്നേ ചെയ്തതാ. അന്ന് പക്ഷെ പെട്ടെന്ന് വന്നതാണ്, ഡ്രേപ്പ് ചെയ്യാവോന്ന് ചോദിച്ചിട്ട് അങ്ങനെ പെട്ടെന്ന് പോയിട്ട് ചെയ്തു കൊടുത്തതാണ് മൂവി. ഇതിപ്പോ സ്റ്റാർട്ടിങ് മറ്റേ ടെക്സ്റ്റൈൽസിൽ അവിടെ നിന്നിട്ടാണോ സാരി ഡ്രേപ്പിംഗ് പഠിച്ചത്? സാരി ഡ്രേപ്പിംഗ് ഞാൻ അന്ന് ചെയ്യും, ബാക്കി അങ്ങനെ വെറൈറ്റീസ് ഒന്നും ചെയ്യില്ലായിരുന്നു. പിന്നെ മേക്കപ്പ് പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ബാക്കിയും കൂടെ ട്രൈ ചെയ്യണം എന്ന് തോന്നി. അതിന് കൂടുതലും സ്വന്തം ട്രൈ ആണ്. ഇപ്പം എല്ലാം സ്വന്തം ട്രൈ തന്നെയാണ്. ഈ 50 വെറൈറ്റീസും ഓൾമോസ്റ്റ് എല്ലാം സ്വന്തം ട്രൈ ചെയ്ത് പഠിച്ച മീൻസ് ഫോട്ടോ കാണുമ്പോൾ നമ്മൾ ചെയ്ത് നോക്കുമല്ലോ. അതപ്പം അങ്ങനെ ഇപ്പോൾ 2000-ലധികം ബ്രൈഡ്സിനെ മേക്കപ്പ് ചെയ്തു, ഒരുപാട് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് സാരി ഡ്രേപ്പിംഗ് ഒക്കെ ട്രൈ ചെയ്തു. എന്നാലും ഒരു സാറ്റിസ്ഫൈഡ് ആവാത്ത ഏതെങ്കിലും ബ്രൈഡ്സോ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്? ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോൾ ബ്രൈഡ്സിന് ഇഷ്ടമായിട്ടുണ്ടാവും, എന്നാലും എനിക്ക് ഇഷ്ടമാവാത്ത ഒരുപാട് ബ്രൈഡ്സ് ഉണ്ടാവും. അപ്പോൾ ബ്രൈഡ് പറയും നന്നായിട്ടുണ്ട് ചേട്ടാ എന്നൊക്കെ പറയും. പക്ഷെ എനിക്ക് തോന്നും കുറച്ചും കൂടെ നന്നായിരുന്നെങ്കിൽ എന്ന് തോന്നാറ് ഒരുപാട് വർക്ക്സ് ഉണ്ട്. കുറച്ചും കൂടെ നന്നാക്കാമായിരുന്നു എന്ന് തോന്നിയത്. ഇപ്പം ഞാൻ ചെയ്യുന്നതെല്ലാം പെർഫെക്റ്റ് നല്ലല്ലോ എനിക്കെപ്പോഴും തോന്നാറുണ്ട്. പക്ഷേ അതേസമയം ബ്രൈഡ്സ് എപ്പോഴും പറയും നല്ലതായിരുന്നു, അതുപോലെ ബ്രൈഡ്സിൻ്റെ കസിൻസോ അമ്മ അച്ഛനൊക്കെ പറയും നല്ലതായിരുന്നു. പക്ഷെ എനിക്കും എപ്പോഴും ഞാൻ ഇപ്പം എൻ്റെ കൂടെ വരുന്ന അസിസ്റ്റൻസിനോട് ചോദിച്ചറിയാം, ഞാൻ എപ്പോഴും പറഞ്ഞത്
ഇത്ര പോരാല്ലേ, കുറച്ചും കൂടെ നന്നായി. എനിക്കിപ്പോൾ ഏത് വർക്ക് ചെയ്താലും എനിക്ക് തോന്നാറുണ്ട്, മീൻസ് എല്ലാത്തിലും നല്ല എപ്പോഴും തോന്നാറുണ്ട്. ഇപ്പം എല്ലാ കാര്യത്തിനും രണ്ടു വശമുണ്ട്, നല്ലത് പറയും ചീത്തയും പറയും. ഇപ്പൊ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരാറുണ്ടോ? ഉണ്ടെങ്കിൽ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം? ഇഷ്ടം പോലെ ഹാൻഡിൽ ചെയ്യുന്ന ഡിലീറ്റ് ചെയ്യുമ്പോൾ ഒരു സുഖം കിട്ടും. ഡിലീറ്റ് ചെയ്തോ? ഡിലീറ്റ് ചെയ്യാറുണ്ട്. പിന്നെ നെഗറ്റീവ് കമന്റ് ഡിലീറ്റ് ചെയ്യാറുണ്ടോ ചോദിച്ചാൽ ഇപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് സാരി ഡ്രിപ്പിംഗ് വീഡിയോസ് ഇടാറുണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ നല്ലതും ചീത്തയായിട്ടുള്ള കമന്റ്സ് വരാറുണ്ട്. ഇപ്പൊ മോഡൽസിന് തെറി വിളിച്ചിട്ടുള്ള വരാറുണ്ട്. അപ്പം ഇപ്പൊ നാണോ ഇല്ല ഇവന്റെ മുന്നിൽ തുണി വെച്ചിട്ട് വെക്കാൻ അത് ചോദിക്കുന്ന ആൾക്കാരൊക്കെ. മറ്റേ കമന്റ് വരോ, ചേട്ടാ അവിടെ വേക്കൻസി ഉണ്ടോ, ഞാൻ അസിസ്റ്റൻസ് ആയിട്ട് വരണോ, ഈ കോഴ്സ് പഠിപ്പിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇപ്പം അവന്റെ ഒരു യോഗം എവിടുന്നാ പഠിച്ചേ, പൈസ വേണ്ട, അപ്പൊ അല്ലെങ്കിൽ പുള്ളിയുടെ തലയിൽ വരച്ച എന്റെ കൈ വരച്ചാൽ മതിയായിരുന്നു. പിന്നെ വേറെ മെയിൻ സാധനം എന്താണ്, സാലറി കുറവാണെങ്കിൽ സന്തോഷം കൂടുതലായിരിക്കും. സാലറി കൂടുതൽ സന്തോഷം എപ്പോഴും ഇതെപ്പോഴും വരാറുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ എപ്പോ ഒരു ഡ്രേപ്പിംഗ് വീഡിയോ ഇട്ടാലും അവന്റെ യോഗം എന്ന് പറഞ്ഞിട്ട് പല പേജുകൾ ഷെയർ ചെയ്യാറുണ്ട്. അതെപ്പോഴും ഉണ്ട്. അതിപ്പോൾ മനുഷ്യന്മാർ രണ്ട് തരത്തിലുള്ള, ഇപ്പോൾ ചിലവർ നമ്മളെ സപ്പോർട്ട് ചെയ്തിടും, അത് അവരുടെ ജോലിയാണ് അല്ലെങ്കിൽ അവരതനുസരിച്ചാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു തരാറുണ്ട്. ചിലവർ പറയും ഇവളുമാർക്കൊന്നും വേറെ പണിയില്ലേ, അങ്ങനെ ചോദിക്കാറുണ്ട്. പക്ഷെ അതൊക്കെ അങ്ങനെ ഡിലീറ്റ് ചെയ്താലേ അതൊക്കെ കുറേ ഇടും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ പിന്നെ നല്ല തെറിയൊക്കെ വരാറുണ്ട്, അപ്പം ഞാൻ ഡിലീറ്റ് ചെയ്യും. പേഴ്സണൽ മെസ്സേജസ് വരാറുണ്ട് ഇങ്ങനെ ഇഷ്ടം പോലെ. പേഴ്സണൽ മെസ്സേജ് ഇഷ്ടം പോലെ വരാറുണ്ട്. വീഡിയോസ് വേറെ ഉണ്ടോ, മറ്റേ ഇത് എടുത്തുള്ളൂ, ഇഷ്ടം പോലെ വരാറുണ്ട്. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഉണ്ടോ, അല്ലെങ്കിൽ മോർ വീഡിയോസ് എന്നൊക്കെ പറഞ്ഞിട്ട് വരാറുണ്ട്. മൈൻഡ് ചെയ്യാറില്ല. ഇല്ല. ഇപ്പൊ നെഗറ്റീവ് കമന്റ്സ് പോലെ തന്നെ അല്ലെങ്കിൽ നെഗറ്റീവ് മെസ്സേജസ് പോലെ തന്നെ വേറെ എന്തെങ്കിലും മെസ്സേജ്, അതായത് പ്രപ്പോസലോ, ചേട്ടനോട് ക്രഷാണ്, ചേട്ടന്റെ മേക്കപ്പ്, അത് നമ്മൾ ആസ്മി ക്വസ്റ്റ്യൻ എടുക്കുമ്പോൾ ഇപ്പൊ ഞാൻ ഭയങ്കര വലിയ ആളാണെന്നല്ല, അതിപ്പം എല്ലാവർക്കും വരുന്നുണ്ടാവില്ല. ഇപ്പൊ നിങ്ങൾക്ക് വരാറില്ലേ? എനിക്ക് വരാറില്ല. എനിക്കറിയില്ല, ഞാനെനിക്ക് ഇപ്പൊ കാണിച്ചു തരും. എനിക്ക് വരാറില്ല. വരാറൊക്കെ ഉണ്ട്. ചേട്ടന്. ഓക്കെ. ഓർത്തിരിക്കുന്ന എന്തെങ്കിലും പ്രപ്പോസലോ കോഴി മെസ്സേജസ് ഒക്കെ ഉണ്ടോ? അത് ഇടയ്ക്കിടയ്ക്ക് വരാറുള്ളൂ, ഞാൻ മൈൻഡ് ചെയ്യാറില്ല. എന്നാലും ഒരെണ്ണം. അതെന്താ, ഇപ്പൊ ചിലവ് മറ്റേ ആസ്മി ക്വസ്റ്റ്യൻ ചോദിക്കും വെർജിൻ ആണോ എന്നൊക്കെ ചോദിക്കും. അങ്ങനത്തെ സാധനങ്ങൾ വരാറുണ്ട്. അതും അതിന്റെ അപ്പുറമൊക്കെ വരാറുണ്ട്. അതെനിക്ക് ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറില്ല. അതൊക്കെ ഇഗ്നോർ ചെയ്ത് വിടും. ഇഗ്നോർ മീൻസ് ചിലതിന് ഫണ്ണി ആയിട്ടുള്ള എന്തെങ്കിലും കൊടുക്കും, അല്ലെങ്കിൽ സ്റ്റിക്കറൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യും. അതൊക്കെ ഈ ചോദ്യം എന്നോട് ചോദിക്കാറുണ്ട്. അപ്പൊ ഞാൻ ഒരു വലിയ ഫിക്സ് ബ്രോക്കൺ വെജൈനസ് എന്നേക്കും. ഓക്കെ. ഇപ്പോ പ്രപ്പോസൽസ് ഒക്കെ അവിടെ നിൽക്കട്ടെ, നമ്മുടെ പ്രൊഫഷണൽ ഓക്കെ, പക്ഷെ നമ്മൾ പേഴ്സണൽ ലൈഫിലേക്ക് വരുമ്പോഴേക്കും ഈ പറഞ്ഞ ഗേൾസ് ഫാൻസ് ഒക്കെ ഒരുപാട് ഉണ്ടാവും. അപ്പൊ അവരെ റെപ്രസെന്റ് ചെയ്ത് ചോദിക്കുകയാണ്, ചേട്ടൻ സിംഗിൾ ആണോ? സിംഗിൾ. എന്താ സിംഗിൾ ആയിട്ടിരിക്കണേ? ടേപ്പ് ഇട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഇൻട്രസ്റ്റ്? റിലേഷൻഷിപ്പ് ഒന്നുമില്ല, ഇങ്ങനെ പോകണം, ഇങ്ങനെ പോകാനാണ് ഇഷ്ടം. ഇതുവരെ റിലേഷൻഷിപ്പ് ഒന്നും ഉണ്ടായിട്ടില്ല? ഒരു 4 years ബാക്ക്. അതെന്താ? പരസ്പരം പറഞ്ഞ് പിരിഞ്ഞു. അതെ, അത്രേ ഉള്ളൂ. ഇനിയിപ്പോ ഫ്യൂച്ചർ സ്വന്തം മാരേജിന് വധുവിന് മേക്കപ്പ് ചെയ്ത് കൊടുക്കും? കല്യാണം കഴിക്കാത്ത ആളോട് ചോദിച്ചിട്ട് എന്ത് കാര്യം? കഴിക്കേണ്ടതാട്ടോ ഇപ്പൊ വിചാരിക്കുന്നത് നിങ്ങൾ. അങ്ങനെയാണ്. അത് പറയാൻ പറ്റില്ല, മൈൻഡ് മാറും. മാറാണെ നോക്കാം. എന്നാലും അങ്ങനെ ഒരു ചാൻസ് ഇപ്പൊ ഭാവിയിൽ കല്യാണം കഴിക്കുകയാണെങ്കിൽ പാർട്ട്ണറിന് മേക്കപ്പ് ചെയ്ത് കൊടുക്കും? ഇല്ല. എന്താ? അവര് നല്ല ആളെ വെച്ച് ചെയ്യട്ടെ വിചാരിക്കും. അതെന്താ, അവർക്കൊരു ലക്കല്ലേ ഹസ്ബൻഡ് ഒക്കെ മേക്കപ്പ് ചെയ്ത് കൊടുക്കാന്ന് പറയും. അത് പുറത്തുനിന്ന് നല്ലൊരാൾ ചെയ്യുന്നതായിരിക്കും നല്ലത്. മീൻസ് എന്തൊരു എളിമ. ചെയ്യട്ടെ ഞാൻ വിചാരിക്കും. വധു റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിലോ? ചെയ്യില്ലേ? എന്ത് ക്രൂരനാ. അവർക്കൊരു ആഗ്രഹം കാണില്ലേ? ചെയ്യില്ല. ആഗ്രഹം തീർക്കാൻ എത്ര കാലം കിടക്കുന്നു. പിന്നെ പക്ഷെ മാരേജിന് നമ്മളെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളെ നമ്മളെ മേക്കപ്പ് ചെയ്യുന്നത് നൈസാ. ഇഷ്ടമല്ലെങ്കിൽ വേണം. ഓക്കെ, ശരി. എന്തൊക്കെ കോൺസെപ്റ്റ് എന്തെങ്കിലും ഉണ്ടോ ഭാവി പാർട്ട്ണറിനെ കുറിച്ച്? ഒന്നുമില്ല. എന്താ ഒന്നുമില്ല. എനിക്കൊന്ന് നല്ലൊരു തേപ്പ് അല്ലെങ്കിൽ നല്ല പ്രണയനൈരാശ്യത്തിൽ ഇരിക്കുന്ന ആളാണ്. പ്രണയനൈരാശ്യമില്ല, ഒന്നുമില്ല. ഫുൾ ബ്ലാങ്കാ. ഞാൻ ഫുൾ ഫ്രഷ് ആണ്. ഓക്കെ. അപ്പം എന്തായാലും നമ്മുടെ സെഷൻ വൈൻഡപ്പിലേക്ക് വരികയാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന പോലെ ഇനി എന്നും ട്രെൻഡിങ് ആയിട്ട് നിൽക്കട്ടെ. വേറെ ഏതെങ്കിലും സെലിബ്രിറ്റീസിന് ഇനി നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് ആരെങ്കിലും ചെയ്യാൻ അപ്കമിങ്? വെയിറ്റിംഗ്. പറ. ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എക്സ്ക്ലൂസീവ് ആയിട്ട് കൊടുക്കാൻ. എക്സ്ക്ലൂസീവ് കൊടുക്കരുതെന്നാണ് പറഞ്ഞേക്കുന്നത്. ആണോ? അപ്പൊ വരൂ. ആരോ വരാനുണ്ട്. ആരാന്ന് തോന്നുന്നവർ കമന്റ് ചെയ്യാം. ഞങ്ങൾ ഇവിടെ ഒരു ഫോട്ടോ ക്വസ്റ്റ്യൻ മാർക്ക് ഇടാം. അതെ, പറയട്ടെ, അവർ കമന്റ് ചെയ്ത് പറയട്ടെ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം പരിചയപ്പെടാൻ സാധിച്ചതിൽ. മേക്കപ്പ് ഒക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. സാരി ഡ്രിപ്പിംഗ് അടിപൊളിയാണ്. എന്തായാലും അവിടെ അസിസ്റ്റന്റിന്റെ വേക്കൻസി ഒന്നും ഇല്ല, ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി ആരെങ്കിലും. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.